വാളയാർ കേസിൽ പുതിയ വഴിത്തിരിവ്. നമ്മൾ ഞെട്ടുന്ന വഴിത്തിരിവാണ്. അച്ഛനും അമ്മയും അറിഞ്ഞാണ് ആ കുട്ടികളെ പീഡിപ്പിച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇപ്പോൾ എന്തുണ്ടായി? അച്ഛനും അമ്മയും ഈ കേസിലെ പ്രതികളായിട്ട് മാറി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 9 വയസ്സും അതിന് താഴെയുള്ളൊരു കുട്ടികളെ പല പ്രാവശ്യം ലൈംഗികമായി പീഡിപ്പിച്ച് അവസാനം ആ കുട്ടികളെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്തു എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മഹത്യ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഈ ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞ് 2 പ്രതികൾ, 5 പ്രതികളുണ്ട് കേസിൽ. 5 പ്രതികളിലെ 4 പ്രതികളെയും വെറുതെ വിട്ടു. തെളിവുകളുടെ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടത്. അപ്പോൾ പിന്നെ CBI കൊണ്ട് അന്വേഷിച്ചു. CBI അന്വേഷണം മുറുകി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. എന്താണ്? 2 പ്രതികളെയും കൂടി ഇതിൽ പ്രതികളാക്കി ചേർത്തിരിക്കുന്നു. ആ പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയാണ്. എന്താ CBI പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ കേസ് തെളിയണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ഒരുപാട് ഫൈറ്റ് ചെയ്ത് നടന്നവരാണ്. അപ്പോൾ ഇവരെ തലേന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവരിതിനെ വളച്ചൊടിച്ചു. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കേസാണ്. മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടികളെ പിടിച്ച് ബന്ധപ്പെടുന്നത്, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം ചെയ്യുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരെ അന്നത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി സൈഡിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കളെ, ഇത്രയും ചെറിയ കുട്ടികളെ ഇതുപോലെ ലൈംഗികപരമായിട്ട് പല പ്രാവശ്യം പീഡിപ്പിക്കാനും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും 9 വയസ്സായ കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യും? പോലീസൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പോലീസ് പറയണതിലൊന്നും നമുക്കൊരു ന്യായമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് എങ്ങനെ തുനിയും? എങ്ങനെ അറിയാം? അതിന് ഒരു ഇതുമില്ലാണ്ട് ആ കുട്ടിയുടെ മൊഴി തന്നെയുണ്ട്. ചേച്ചീനെ ലൈംഗികപരമായി പീഡിപ്പിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മൊഴികളുണ്ട്. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കോടതി ഇവരൊക്കെ വെറുതെ വിട്ടത്. ഒരാൾ മാത്രം ശേഷം, പിന്നെ ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CBIയുടെ പുതിയ കണ്ടെത്തൽ വന്നിരിക്കുന്നത്, ഈ പീഡനങ്ങളെല്ലാം നടന്നത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ്. ഇത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്, കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഏത് ഒരു അമ്മയ്ക്കും അച്ഛനും, ഇപ്പോൾ കേരളത്തിലുള്ള ഓരോ അച്ഛനും അമ്മയ്ക്കും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാം? നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു ലൈംഗിക ദാരിദ്ര്യം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. അതിനൊക്കെ സ്വന്തം മക്കളെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് കഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയാമല്ലേ. വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.